ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സ്പൈസി വോയേജ്. ഇന്ന് നമ്മൾ അറേബ്യൻ രാജ്യങ്ങളിലൊക്കെ ഫേമസ് ആയിട്ടുള്ള ഹമൂസിൻ്റെ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. ഇത് വെള്ളക്കടല വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. കുബൂസിൻ്റെയൊക്കെ കൂടെ ഒരു സൈഡ് ഡിഷ് ആയിട്ടാണ് ഇത് സാധാരണ ഉപയോഗിക്കാറുള്ളത്. അറബികളുടെയൊക്കെ വീട്ടിൽ ഏതാണ്ട് എല്ലാ ദിവസവും തന്നെ അവർ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്ന ഒരു വിഭവം കൂടിയാണിത്. അതുപോലെ തന്നെ ഇത് വളരെ ഹെൽത്തിയുമാണ്. അപ്പം ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വിഭവമായ ഹമൂസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. അപ്പം നമുക്ക് ഹമൂസ് ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അതിനുവേണ്ടി ഇവിടെ 1 കപ്പ് വെള്ളക്കടല കുതിർത്തെടുത്തിട്ടുണ്ട്. ഇത് തലേദിവസം രാത്രി വെള്ളത്തിൽ കുതിരാനിട്ടിരുന്നതാണ്. അതല്ലെങ്കിൽ നമുക്കൊരു 8 മുതൽ 10 മണിക്കൂർ കുതിർത്തെടുത്താലും മതി. ഇനി ഈ കടല ഒരു കുക്കറിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. കടലയുടെ മുകളിൽ ഒരു 1 ഇഞ്ച് പൊക്കത്തിലൊക്കെ വെള്ളം നിൽക്കുന്ന വിധത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി കുക്കർ അടപ്പ് വെച്ച് അടച്ചിട്ട് സ്റ്റൗ ഓണാക്കി കൊടുക്കാം. ഇതിലിപ്പോൾ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി ഇതൊരു 10 വിസിൽ വരുന്നവരെയാണ് ഇത് വേവിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ കുക്കറിന് എത്ര വിസിൽ വേണോ ഇത് വേവിച്ചെടുക്കാനായിട്ട് അത്രയും വിസിൽ അടിച്ചിട്ട് ഇത് വേവിച്ചെടുക്കുക. ഇപ്പോൾ ഇവിടെ കുക്കറിൻ്റെ ഉള്ളിലെ എയറൊക്കെ പോയിട്ടുണ്ട്. കടലയൊക്കെ ഇപ്പോൾ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നു. അപ്പം നമ്മൾ കടല എടുത്ത് പിടിച്ചു നോക്കുന്ന സമയത്ത് കടല നല്ല സോഫ്റ്റായിട്ട് വെന്തിട്ടുണ്ടാവണം. കാരണം നമുക്ക് ഈ കടല ഇനി അരച്ചെടുക്കാനൊക്കെ ഉള്ളതാണ്. ഇനി ഈ കുക്കറിൽ നിന്നുള്ള വെള്ളം നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. അപ്പം നമുക്ക് ഇത് പെട്ടെന്ന് തണുത്ത് കിട്ടും. ഇനി ഈ കടല നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത്. ഇപ്പം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച കടല നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് തഹീന പേസ്റ്റ് ഉണ്ടാക്കാം. അതിനുവേണ്ടി ഇവിടെ 3/4 കപ്പ് വെളുത്ത എള്ള് ഒരു സ്ട്രെയിനറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. 3-4 മിനിറ്റ് നേരം വെള്ളം പോകാനായിട്ട് വെച്ചിരുന്നു. അപ്പോൾ ഇനി ഇത് നമുക്കൊരു ചൂടായ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിം വെച്ചിട്ട് വേണം ഇത് റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. ഒരു 4-5 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് തന്നെ നമുക്കിത് റെഡിയായി കിട്ടും. ഇതിൻ്റെ കളറ് മാറേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ തന്നെ ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുകയും വേണം. നമ്മളിപ്പോൾ ഇവിടെ 1 കപ്പ് കടല കൊണ്ടുള്ള ഹമൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവിടെ 3/4 കപ്പ് വെളുത്ത എള്ള് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് ഒത്തിരി കൂടുതലുള്ള പോലെയൊക്കെ തോന്നും, പക്ഷേ ഒട്ടും കൂടുതലായി പോകത്തില്ല. ഇത് അരച്ച് കഴിയുമ്പോൾ ഒരു 3-4 ടേബിൾ സ്പൂൺ തഹീന പേസ്റ്റേ ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ ഇവിടെ ഒരു 3-4 മിനിറ്റ് സമയമൊക്കെ ആയി. എള്ള് നല്ല വെള്ളമൊക്കെ പോയി നല്ല ഡ്രൈ ആയിട്ട് നല്ല ക്രിസ്പി ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഏറ്റവും ലോയിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി ഒരു 1 മിനിറ്റിനകം തന്നെ ഇത് റെഡിയായി വരും. ഇപ്പോൾ ഇവിടെ എള്ള് നല്ല പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡിയായി കിട്ടി. അപ്പോൾ ഇനി ഈ പാത്രം നമുക്ക് സ്റ്റൗവിൽ നിന്ന് എടുത്ത് മാറ്റി വെക്കണം. അതുപോലെ തണുക്കുന്ന വരെ ഈ പാത്രത്തിൽ തന്നെ വെക്കുകയാണെങ്കിൽ ഇതൊരു 1-2 മിനിറ്റും കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം. അതല്ലെങ്കിൽ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇപ്പം നമുക്കിത് നോക്കിയാൽ മനസ്സിലാവും എള്ള് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചിലതൊക്കെ ബ്രൗൺ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്താണ് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇതൊന്ന് നന്നായിട്ട് തണുക്കുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ എള്ള് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ചെറിയൊരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഒരു പ്രാവശ്യം ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇവിടെ എള്ള് നമ്മൾ നന്നായിട്ട് ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നല്ല ഫൈൻ പേസ്റ്റ് ഒന്നും ആയിട്ടില്ല, എങ്കിലും എള്ളിൽ നിന്ന് പതുക്കെ എണ്ണയൊക്കെ ഒന്ന് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് ഒരു 2-3 നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം, അതായത് എള്ളിൻ്റെ തന്നെ എണ്ണ. അപ്പോൾ ഇതിന് പകരം നമുക്ക് ഒലിവ് ഓയിലും വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ ഈ തഹിനി പേസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഈ നല്ലെണ്ണ ഒഴിച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്. പാകത്തിന് ഉപ്പും നല്ലെണ്ണയും എള്ളും കൂടി നന്നായിട്ട് അരച്ചെടുത്ത് കഴിയുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ നമ്മുടെ മിക്സിയുടെ ജാറ് നല്ല ചൂടായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ 1-2 മിനിറ്റ് കഴിയുമ്പോൾ ഇതിൻ്റെ ചൂടൊന്ന് ആറിക്കഴിഞ്ഞിട്ട് നമുക്കിതൊന്നും കൂടി ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ ഇത് നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹോം മെയ്ഡ് തഹീന പേസ്റ്റ് ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇപ്പോൾ ഈ കാണുന്ന പോലെ നല്ല സ്മൂത്ത് ആൻഡ് ക്രീമി ആയിട്ട് വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട്. ഇതുപോലെ നമ്മൾ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്തെടുക്കുന്ന തഹീന പേസ്റ്റ് നല്ലൊരു ഉണങ്ങിയൊരു കുപ്പിയിലേക്ക് ഒഴിച്ചു വെച്ചതിന് ശേഷം 1 മാസമൊക്കെ നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഇതിൻ്റെ ഒരു അളവ് പറയുവാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇതൊരു 4 ടേബിൾ സ്പൂൺ തഹീന പേസ്റ്റ് ഉണ്ടാവും.
അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന തഹീന പേസ്റ്റ് വെച്ചിട്ടാണ് ഹമ്മൂസ് ഉണ്ടാക്കുന്നതെങ്കിലും ഇതുപോലെ തന്നെ ഒരു 4 ടേബിൾ സ്പൂൺ തഹീന പേസ്റ്റ് എടുത്താൽ മതി 1 കപ്പ് കടലയ്ക്ക് വേണ്ടിയിട്ട്. ഇനി ഇതുപോലെ ഒരു 5 അല്ലി വെളുത്തുള്ളി വേണം. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം. ഈ വലിപ്പത്തിലുള്ള ഒരു നാരങ്ങ പിഴിഞ്ഞെടുത്ത ജ്യൂസാണിത്. അപ്പോൾ ഈ ജ്യൂസ് നമുക്കൊരു 4 ടേബിൾ സ്പൂൺ ഈ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ കറക്റ്റ് 4 ടേബിൾ സ്പൂൺ ആണ്. അപ്പോൾ ഇത് മുഴുവൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ തഹീന പേസ്റ്റും കൂടി ഉള്ളതുകൊണ്ട് നമ്മൾ അരച്ചെടുത്ത് കഴിയുമ്പോൾ നല്ല തിക്കായിട്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കടല വേവിച്ച വെള്ളം ഇപ്പോൾ ഇവിടെ തണുത്തതിരിപ്പുണ്ട്. അപ്പോൾ അതൊരു 2 ടേബിൾ സ്പൂൺ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. ഇപ്പോൾ ഇവിടെ ഇത് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇനി ഇത് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ നേരത്തെ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചത് ഈ കൂട്ടത്തിൽ ഒഴിച്ചു കൊടുത്താൽ മതി. കാരണം ചിലപ്പോൾ നാരങ്ങാനീരിൻ്റെ കൂടെ വീണ്ടും വെള്ളവും കൂടി ഒഴിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്യുമ്പോൾ അത് തെറിച്ച് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ 4 ടേബിൾ സ്പൂൺ വെള്ളവും ഇതുപോലെ ഈ സമയത്ത് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇനി ഇതൊന്നും കൂടി ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പോൾ ഇവിടെ നമ്മൾ തഹീന പേസ്റ്റും നാരങ്ങ നീരും വെളുത്തുള്ളിയും കൂടി ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ അടുത്തതായിട്ട് കടല നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ആ വെള്ളക്കടല നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം വേണം അതിലേക്ക് ഈ പേസ്റ്റ് ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനിത് പ്രത്യേകം പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ചില സമയത്ത് നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് കടലയുടെ കൂടെ ഈ തഹീന പേസ്റ്റും നാരങ്ങാനീരും വെളുത്തുള്ളിയും ഒക്കെ ഒരുമിച്ച് ചേർത്ത് അരച്ചെടുത്ത് ഹമ്മൂസ് ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ ഉണ്ടാക്കുന്ന ഹമ്മൂസിനേക്കാളും വളരെയധികം ഫ്ലേവറും ടേസ്റ്റും കൂടുതലാണ് നമ്മളിങ്ങനെ ആദ്യം ഒരു പേസ്റ്റ് തയ്യാറാക്കിയതിന് ശേഷം അത് കടലയിലേക്ക് ചേർത്ത് അരച്ചെടുത്താൽ. നമ്മൾ വേവിച്ച് വെച്ച കടല 1 ടേബിൾ സ്പൂൺ ഞാൻ മാറ്റി വെക്കുന്നുണ്ട് നമുക്ക് ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഒരു ഫുഡ് പ്രോസസ്സറിലേക്ക് നമുക്ക് ഈ വേവിച്ച കടല ഇട്ട് കൊടുക്കാം. കടല ഇപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഫുഡ് പ്രോസസ്സറിലാണ് അരയ്ക്കുന്നതെങ്കിൽ നമുക്ക് ഒറ്റ ട്രിപ്പിൽ തന്നെ ഇത് അരച്ചെടുക്കാൻ പറ്റും. പക്ഷേ നമ്മൾ മിക്സിയിലാണ് അരയ്ക്കുന്നതെങ്കിൽ 2 പ്രാവശ്യമായിട്ട് അരച്ചെടുക്കണം. അല്ലെങ്കിൽ അരച്ചെടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ കടല വേവിച്ച് കഴിയുമ്പോൾ ഇതുപോലെ തൊലി പൊളിഞ്ഞ് കിടപ്പുണ്ടെങ്കിൽ ആ തൊലിയെല്ലാം നമുക്കൊന്നെടുത്ത് മാറ്റിക്കളയാം. ഇനി ഇതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ കടല വേവിച്ച വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിന് പകരം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച വെള്ളവും ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1.25-1.5 ടീസ്പൂണൊക്കെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് നിർത്തി ഇളക്കിയൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് അരച്ചെടുത്തത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ കടല ഏകദേശം നന്നായിട്ടൊന്ന് അരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന തഹീന പേസ്റ്റിൻ്റെ മിക്സ് മുഴുവനും ഈ കടലയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും കൂടി ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ നമ്മൾ ഒന്നും കൂടി നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും ഇത് കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 4-5 ടേബിൾ സ്പൂണും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ആവശ്യമുള്ള ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ നല്ല സ്മൂത്ത് ആൻഡ് ക്രീമി ആയിട്ട് നന്നായിട്ട് ഇത് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് നിർത്തിയ സമയത്ത് ഞാൻ ഉപ്പൊക്കെ നോക്കിയിരുന്നു. ഉപ്പൊക്കെ പാകമാണ്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നല്ല പേസ്റ്റായിട്ട് വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ഹമ്മൂസ് ഇവിടെ റെഡിയായി. നമുക്കിനി ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം.
ഇതിപ്പോൾ സെർവ് ചെയ്യുന്ന സമയത്ത് ഒരു പ്രത്യേക ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നമ്മൾ ഹമൂസ് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മതി. നടുഭാഗത്ത് ഇതുപോലെ കുറച്ചൊരു കുഴി പോലെ ആക്കിയെടുക്കണം. എന്നിട്ട് അതിനകത്ത് നമുക്ക് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാനുള്ളതാണ്. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന കടല ഇതിൻ്റെ നടുഭാഗത്തായിട്ട് വെച്ച് കൊടുക്കാം. പിന്നെ ഒലീവ്സ് ഉണ്ടെങ്കിൽ കുറച്ച് ഒലീവ്സും കൂടി വെച്ചിട്ട് ഇതൊന്ന് ഗാർണിഷ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ നടുഭാഗത്തേക്ക് നല്ല ലാവിഷായിട്ട് കുറച്ച് ഒലിവ് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ചും കൂടി ഒന്ന് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ പാപ്രിക്ക പൗഡർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. പാപ്രിക്ക പൗഡർ കയ്യിലില്ലെങ്കിൽ നമുക്ക് കാശ്മീരി ചില്ലി പൗഡറും ഇതിനു വേണ്ടി യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ ജീരകത്തിൻ്റെ പൊടി വെച്ചിട്ടും ഇതുപോലെ ഗാർണിഷ് ചെയ്യാവുന്നതാണ്. അപ്പം നമുക്ക് ഹമൂസ് ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ കുബൂസ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇതുപോലെ കുക്കുംബറും ക്യാരറ്റും ഒക്കെ കൂട്ടിയിട്ടും ഹമൂസ് കഴിക്കാവുന്നതാണ്. അപ്പം നമുക്ക് രാത്രിയിൽ അധികം ഹെവി ആയിട്ട് ചോറൊന്നും കഴിക്കാത്ത സമയത്ത് ഇതുപോലെ ഹമൂസും കുക്കുംബറും ക്യാരറ്റും കൂടി കഴിക്കാം. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാനായിട്ട്. പിന്നെ ഹമൂസിൻ്റെ കൂടെ ഏറ്റവും നല്ല കോമ്പിനേഷൻ കുബൂസ് തന്നെയാണ്. അപ്പോൾ നമുക്ക് കുബൂസ് കൂട്ടി ഇതൊന്ന് കഴിച്ച് നോക്കാം. അപ്പോൾ ഇത് കഴിക്കുന്ന സമയത്ത് നമ്മൾ ഹമൂസും ഒലിവ് ഓയിലും കൂടിയൊക്കെ മിക്സ് ചെയ്തിട്ട് വേണം അത് ഡിപ്പ് ചെയ്തെടുക്കാനായിട്ട്. ഹമൂസ് ഉണ്ടാക്കിയതിന് ശേഷം അത് ഉണങ്ങിയ ഒരു ബൗളിനകത്താക്കി ഒരാഴ്ചയൊക്കെ നമുക്കത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനായിട്ട് പറ്റും. അങ്ങനെ വെക്കുന്ന ഹമൂസിൻ്റെ മുകളിലേക്ക് നമ്മൾ ഒലിവ് ഓയിൽ ഒഴിച്ച് വെക്കേണ്ട ആവശ്യമില്ല. അത് സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രം ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഓ, സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ. നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഫ്ലേവറും നല്ല കടകളിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും നല്ല ടേസ്റ്റി ആയിട്ടാണ് കേട്ടോ ഇതിരിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്ലേവർ. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. വീണ്ടും മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് കാണാം. ഓക്കെ, ടേക്ക് കെയർ, ബൈ ബൈ.